നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുളിക്കുമ്പോൾ സൂക്ഷിക്കണം, തലയിറങ്ങാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ പുറത്തുതന്നെ ഉണ്ടാവും. ഞാൻ എന്റെ കൂട്ടുകാരികളോടെ ഈ ഫോട്ടോഗ്രാഫറിനെ കുറിച്ച് അന്വേഷിച്ചു. നല്ല കിടിലൻ കക്ഷിയാണെന്ന് എല്ലാരും പറയുന്നേ. പക്ഷേ ദേഷ്യം ഇത്തിരി കൂടുതലാണെന്ന് മാത്രം. കിട്ടിയ വർക്കുകളിൽ ചിലതൊക്കെ സൗകര്യമില്ലാന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോഷൂട്ടിന് ഇയാളെ കിട്ടിയത് ഭാഗ്യോ. ലൈറ്റ് ഓക്കെയാണ്, തുടങ്ങാം. കൃഷ് സാർ റെഡിയാണ്, വരൂ തുടങ്ങാം. സാർ നല്ല ഫീലുള്ള പോസുകൾ വരട്ടെ. നിങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ടോ തോന്നണം. ഓക്കെ, നല്ലൊരു പോസ് വരൂ. ഓ തന്നെന്താ ഈ കുട്ടി നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുകയാണോ? അല്ല, എന്റെ സമ്മതത്തോടെ തന്നെയാ. ഓ എന്നാ ഒന്ന് ചിരിക്കടോ. ഇയാളെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതെന്ത് ചിരിയാണോ? ഒന്ന് റിലാക്സ് ചെയ്യ്. എന്തിനാണ് ഇത്രയും മസിൽ പിടിക്കുന്നത്? രണ്ടുപേരും കൂടെ ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് നിന്ന്. എന്താ ഇത്, കുറച്ചുകൂടെ ചേർന്നില്ലേ? എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ഫോട്ടോഗ്രാഫർക്ക് ദേഷ്യം വരുന്നുണ്ട്. പറയളിയ. ഓ ഒന്നും പറയണ്ട, ഒരു ഫോട്ടോഷൂട്ടിന് ഒന്ന് പെട്ടുപോയി. ഇത്രയും നേരമായിട്ട് നല്ലൊരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല. സാർ പറയണമെന്ന് നിങ്ങൾ കാര്യമാക്കണ്ട. നല്ല പോസ് കിട്ടിയില്ലെങ്കിൽ സാർ അങ്ങനെയാ. ചേട്ടന് നല്ല പോസുകൾ ഞാൻ പഠിപ്പിച്ചു തരാം, അതങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇതാ നോക്കിയോണേ, ഇതാ പിടിച്ചേ, ഇതാ കൂടെ മാറിയില്ലേ മോളൊന്ന് കഴിയുന്നേ. താന്നേ കുറച്ചുകൂടെ അങ്ങ് ചേർന്നിരുന്നേ. ഇത് കപ്പിൾസിന്റെ സ്ഥിരം പോസുകളിൽ ഒന്നാ. ഇതായിപ്പോ ട്രെൻഡ്. നിങ്ങൾ തമ്മിൽ ഹൈറ്റ് വ്യത്യാസമുള്ളതുകൊണ്ട് ഇത് പൊളിക്കും. നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ പരിപാടി ചെയ്യരുതെന്ന്. ഇതുപോലെ ഒന്ന് ചിരിച്ചു തന്നാ. ആ തെർമ പിടിക്കും, ഇനിയെങ്കിലും ശരിയാവും നോക്കാം. ഒന്ന് റിലാക്സ് ചെയ്യടോ, റിലാക്സ്. ഓ എവനെയൊക്കെ ഫോട്ടോഷൂട്ടിന്, എന്റെ ദൈവമേ. ഇതൊരു നടക്ക് പോവില്ല. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. എന്നിട്ട് ശരിയാവുന്നില്ലെങ്കിൽ നമുക്കിത് വിട്ടുപിടിക്കാം. വാ എന്തായി തീരുവാൻ. എന്തുപറ്റി വക്കീലേ? ഞാൻ പോരാടോ. ഗിരിയേട്ടാ, അവിടെ ഇരിക്കുന്ന തോർത്തിങ് എടുത്തു തരാമോ?
വിട് വിട് ഗിരിയേട്ടാ. എന്നോടുള്ള പിണക്കൊക്കെ തീർന്നെന്ന് പറ. പറ്റില്ല. ആ എന്നാ നമുക്ക് ഇവിടെ നിന്നിങ്ങനെ വടംവലി തുടരാം. ശ്ശോ, ഇതെന്താ ഗിരിയേട്ടാ ചെറിയ കുട്ടികളെ പോലെ വാശി കാണിക്കുന്നേ? മനസ്സുകൊണ്ട് ഞാനിപ്പോഴും ഒരു ചെറിയ കുട്ടി തന്നെയാണെന്ന് നിനക്കറിയില്ലേ? ഗിരിയേട്ടാ വിട്ടേ, ഞാനൊന്ന് കുളിച്ചോട്ടെ. ഓഹോ, നീ കുളിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദേ, കളി കുറച്ച് കൂടുന്നുണ്ടേ. ഓ തൂർത്ത് കുത്താം. ഏയ്, മഞ്ജു. മഞ്ജു. ഛെ, ഓ, ഈ നേരത്തെ ഇതാരാണാവോ കാട്ടുറുമ്പ്. കൃത്യം ഞങ്ങൾ പ്രേമിച്ചോണ്ടിരുന്ന സമയത്ത് തന്നെ വിളിക്കണം. ആ എനിക്ക് തോന്നി, കൂട്ടുകാരനായാൽ ഇവനെ പോലെ തന്നെ വേണം. എന്താ ടൈമിങ്? എന്താടാ? എടാ ഈ പരിപാടി മൊത്തം കൊളാവുന്ന എനിക്ക് തോന്നണേ. എന്തുപറ്റി? എനിക്ക് എന്തോ ഒരു ചമ്മൽ പോലെ. എന്നെ കൊണ്ട് ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യലൊന്നും നടക്കില്ല. നിനക്കല്ലെങ്കിലും ഫോട്ടോ എടുക്കുമ്പോ ഒരു പരാക്രമം ഉള്ളത്. എടാ ഒന്ന് റിലാക്സ് ചെയ്യ. ആ ഇത് തന്നെയാ ആ കാലമാണ് ഫോട്ടോഗ്രാഫർ പറയുന്നത്. എടാ എങ്ങനെ റിലാക്സ് ചെയ്യാനാ? എടാ നീ മനസ്സിൽ കൊണ്ട് നടന്ന പെണ്ണിനെയല്ലേ നീ കെട്ടാൻ പോകുന്നത്. നിനക്കതിന്റെ ഒരു സന്തോഷം തോന്നുന്നില്ലേ? എടാ നീ ചുമ്മാ അവളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയാ മതി, നിന്റെ ഉള്ളിൽ നിന്നൊരു ചിരി വരും. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ അവളുടെ കൂടെ ഈ നിമിഷങ്ങളൊക്കെ ആസ്വദിക്കാൻ നോക്ക്. അങ്ങനെ ചെയ്യാലേ? ആ പിന്നല്ലാതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ആ എന്റെ റൊമാൻറ്റിക് മൂഡ് കൊളവാക്കിയിട്ടും അവന് ഞാനെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നെപ്പോലൊരു കൂട്ടുകാരനെ കിട്ടാൻ മുതാ നീ ഭാഗ്യം ചെയ്യണം. നിന്നെ ഏൽപ്പിച്ച ജോലി നീ നല്ല ഭംഗിയായി ചെയ്തു. അതിന് നീ ചോദിച്ച പണം ദാ ഇതിലുണ്ട്. ഈ കാശിന് വേണ്ട പണി ഞാൻ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. സ്വപ്നയെ ജയിലിലേക്ക് അയക്കാൻ പറ്റിയില്ലല്ലോ. അത് സാരമില്ല. അവള് രക്ഷപ്പെടാൻ കാരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിഴവ് കൊണ്ടാ. ഭീമനെ പോലെ ഒരുത്തനെ കാര്യങ്ങൾ ഏൽപ്പിച്ചത് തെറ്റായിപ്പോയെന്നേ ഞാൻ പറയൂ. ആശുപത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന മഞ്ജുവിനെ കൊല്ലാൻ പോലും അവനെ കൊണ്ട് കഴിഞ്ഞില്ല. അവനെ തെരഞ്ഞെടുത്തത് ഒരു അബദ്ധമായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അവന് പകരം ആ ജോലി നിന്നെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. മഞ്ജുവിനെ തീർക്കുന്ന ജോലിയാണോ ഗോപാൽജി ഉദ്ദേശിച്ചത്? അതെ. അങ്ങനെയുള്ള ജോലികളൊന്നും ഞാൻ ചെയ്യില്ല.